പോയി ഓക്കെ റൂട്ട് ആ ബ്രിഡ്ജ് കയറി അപ്പുറത്ത് പോകണം. അതാ അപ്പുറത്തെ സൈഡ് അങ്ങോട്ടേക്കാ. സോറി. ഇതൊന്നും ഞാൻ കട്ട് ചെയ്യില്ല, ഇതെല്ലാം ഞാൻ ഇടും. എനിക്കിത് എന്താ പണി ഇത് തന്നെയാ, ഇങ്ങനെ കട്ട് ചെയ്യിടുക. അൽക്കൂത് ഒരു വാദി ഉണ്ട്, അപ്പോൾ ആ വാദിയിൽ കുറേ ദിവസമായി പോകണം നമ്മൾ വിചാരിക്കുന്നത്, പക്ഷെ നമുക്ക് പറ്റിയിട്ടില്ല. ഇന്ന് നമ്മൾ വെച്ച് പോകാം. ഇങ്ങനെ ഒന്ന് കുറച്ച് സമയം വെള്ളത്തിലാണ്. ഇതൊന്നും ഇടാൻ പറ്റുമോ അറിയില്ല, കാരണം ഈ സൗണ്ട് കൊണ്ട് മ്യൂസിക് കോപ്പിറൈറ്റ് വരുമോന്ന് അറിയില്ല. നോക്കാം. ഇത് കണ്ട ഇപ്പൊ ഉറങ്ങുന്നത്. നമ്മൾ അവിടെ ഉറങ്ങാൻ വേണ്ടി കുറച്ച് സമയം കിടക്കുമ്പോൾ നമ്മൾ ഉറങ്ങാൻ വിടുന്നേ ഇല്ലായിരുന്നു, ഒരേ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇപ്പൊ ഉറക്കം വരുന്നുണ്ട്, അന്നേരം നമ്മളിപ്പോ ഉറങ്ങാൻ വിടണം. വിട്ടിട്ടെങ്കിൽ ചൊറയായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വാദി എന്താണെന്ന് പറഞ്ഞുതരാം. ബിക്കോസ് ഞാനിവിടെ വന്നപാടെ എനിക്ക് വാദി എന്താണെന്ന് അറിയില്ലായിരുന്നു. സോ ഇപ്പോൾ എനിക്ക് വിനീതാട്ടം പറഞ്ഞു തന്നത് കൊണ്ടാണ് എനിക്ക് വാദി എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ ഈ വാദി എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈ ആയ സ്ഥലങ്ങളിലൊക്കെ ഫോം ചെയ്യുന്നത് ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരു ലേക്ക് എന്ന് പറയാം, റിവറിനൊന്നും പറയാൻ പറ്റില്ല, ലേക്ക്. ഓക്കെ, മഴക്കാലത്താണ് പൊതുവെ വാദി ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലഡൊക്കെ വന്നതുകൊണ്ട് കുറേ സ്ഥലത്ത് ഇങ്ങനത്തെ വാദി ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫോം ചെയ്തൊരു വാദിയിലോട്ടാണ് നമ്മളിപ്പം പോകുന്നത്. അവിടെ ഇപ്പോഴും വാദി ഉണ്ടോയെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് പോയി നോക്കാം. നമ്മളെപ്പോലെ തന്നെ വേറെയും കുറേ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു കാറ് താഴോട്ടേക്ക് ഇറങ്ങുന്നില്ല. അപ്പം ഞാനിങ്ങനെ നോക്കിയിരുന്നു അവർ എന്തുകൊണ്ട് അത് പാസ് ചെയ്തില്ലാണ്. ഇതാണ് വാദി. അല്ലാ, നോക്കുമ്പോൾ വെള്ളമൊന്നും കാണുന്നില്ലായിരുന്നു. ഞാൻ വെച്ച് വിനീതാണ്ട് വായത് ഫുള്ളടുക്ക് കിട്ടലുണ്ടാവുക. റോഡിൽ നിന്ന് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങണം. എൻ്റെ ഇച്ചുവിനെ പോലെ എല്ലാവരും റിസ്ക് എടുക്കണം. അവരവിടെ നിർത്തി, അവർ വരുന്നില്ല മന്ദബുദ്ധികൾ. നമ്മൾ റിസ്ക് എടുത്തിട്ട് നമ്മളിങ്ങോട്ടേക്ക് വന്നത്. നമ്മളെ കാറ് 4 വീലല്ല, എന്നാലും നമ്മൾ റിസ്ക് എടുത്തിട്ടാണ് വന്നത്. അങ്ങനെ ആയിരിക്കണം എൻ്റെ ഇച്ചുവിനെ പോലെ. വെള്ളം കാണാൻ കെട്ടിക്കിടക്കുന്ന നാടെല്ലാം മൊത്തം ഞാൻ വിചാരിച്ചു അയ്യോ തേനൊട്ടിയല്ലോന്ന്, പക്ഷെ ഇല്ല. ഇവിടെ എന്നാ നിനക്കുള്ള ഇപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ വാദി. ഇവിടെ ഈ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ കണ്ടാൽ നമ്മൾ വലിയ മൈൻഡൊന്നും ആക്കിയില്ലല്ലോ. പക്ഷേ ഇവരൊക്കെ ഇവിടുത്തെ ഒമാനികളൊക്കെ വന്നിട്ട് ഇവിടെ ഫാമിലിയായി വന്നിട്ട് ഇവിടെ ഫുഡൊക്കെ ആക്കും. അവർ ഈ വീക്കെൻഡ്സിലൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. കണ്ടോ അവിടെ ഒരു വണ്ടി, ഇത് വിനീതാട്ടണം ചെറുതും. കുറച്ച് ഞാനിങ്ങോട്ടേക്ക് നടന്ന് വന്നായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട്. അവർ വന്നിട്ട് വണ്ടി എടുത്തിട്ട് ബാക്കിൽ വന്ന്. Come on. Come. Cinder. ഇങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ടോ. ഇവിടെ വാ, ഇവിടെ നിൽക്ക്. എല്ലോണ്ടാ വാവച്ചി, എല്ലോണ്ടാ. ബേബി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവന് പറ്റിയ കുറച്ചൊരു വെള്ളയിൽ സ്ഥലത്ത് നമ്മൾ അവനെ ഇരുത്തി. കുറച്ച് പെബിൾസ് പോലത്തെ ഒരു സ്റ്റോണാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവൻ കുറേ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ച് കുറേ ഫുള്ള് മേത്ത് മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുള്ള് കളിച്ച് ലാസ്റ്റ് അവൻ വലിയ കല്ലൊക്കെ എടുത്ത് മാറ്റി കുഞ്ഞു കല്ലൊക്കെ കാണുമ്പോൾ അതൊക്കെ വായിലിടാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ലേറ്റായി.
നമുക്ക് കുറച്ച് പരിപാടിയും കൂടിയുണ്ട്. സോ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അങ്ങനെ നമ്മൾ വാദിയിലൊക്കെ പോയി കളിച്ചു, കുളിച്ചിട്ടില്ലേ, കളിച്ചു. എന്നിട്ട് നമ്മളിപ്പോൾ കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകണം. ഇവിടെ ഈവനിങ് ഒക്കെ ആയാലും സ്കൈ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ വിചാരിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മുന്നേ ഒമാനിൽ വന്ന സമയത്ത് ഈ ഒരു ഈവനിങ് ടൈം, ഒരു സന്ധ്യ ടൈം എനിക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു. കാരണം എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആക്കും. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് ഇനി ഇങ്ങനത്തെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞ സമയം റൂമിൻ്റെ ഉള്ളിലാകുമ്പോൾ ഈ സമയം എന്തോ ഇഷ്ടം. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഷോപ്പിംഗ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എന്താ അറിയില്ല, പകുതി എടുക്കുമ്പോൾ എനിക്ക് അപ്പോഴത്തേക്കും മറന്നു പോകും ബാക്കി എടുക്കേണ്ട കാര്യം. സോ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുക. സോ എല്ലാവരും വീഡിയോ കാണണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.